നമുക്ക് നമ്മളുടെ ബേസിക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പൊ ചിത്രയുടെ ഒരു ബേസിക് റൈറ്റ് ഒരാളോട് പറയുകയാണ്, അപ്പൊ തന്നെ ചിത്രയോട് പറയാം, നീ ഒരു ഫെമിനിസ്റ്റ് ആണോ? അങ്ങനെ ഒരു ചിന്താഗതി ഈ അടുത്ത കാലത്തായി വളർന്നു വരുന്നതായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ആണുങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതനുസരിച്ച് നമ്മൾ ഈക്വലായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. വരേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന രീതിയിൽ മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മെന്റൽ പീസിന് വേണ്ടിയിട്ട് ഒരു ദിവസം ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു രീതി. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് ഒരിക്കലും നമുക്ക് ഭ്രാന്ത് ഉള്ളത് കൊണ്ടോ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ സിംറ്റംസ് ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു സഹായം തേടണം എന്നുണ്ടെങ്കിൽ നമുക്കത് തേടുന്നത് കൊണ്ട് ഒരു നാണക്കേടും നമ്മൾ വിചാരിക്കേണ്ടതില്ല എന്നുള്ളതേ ഉള്ളൂ. ചിത്രേ, കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫേക്ക് ഫെമിനിസം. എന്താണ് ഈ പറയുന്ന ഫേക്ക് ഫെമിനിസം എന്ന് പറയുന്നത്? ഫേക്ക് ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുമല്ലോ, തുല്യതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആൺപെൺ തുല്യതയ്ക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഇവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആണുങ്ങളെ ഒന്നിങ്ങനെ എന്താ പറയുക, അവരെക്കാട്ടിലും കുറച്ചുകൂടി മുന്നോട്ട് വരണം പെണ്ണുങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മാത്രം വ്യൂ ആണോ എന്ന് എനിക്കറിയില്ല, പലരും ഇങ്ങനെ സംസാരിക്കുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആദരക്ക് എങ്ങനെയാണ് ഫീൽ? ഞാൻ കുറച്ച് കേട്ടിട്ടുള്ള മറ്റൊരു വേർഷനിൽ പറയുന്നത്, ഇപ്പൊ ചിത്രയുടെ ഒരു ബേസിക് റൈറ്റ് ഒരാളോട് പറയുകയാണ്, അപ്പൊ തന്നെ ചിത്രയോട് പറയാം, നീ ഒരു ഫെമിനിസ്റ്റ് ആണോ? അങ്ങനെ ഒരു ചിന്താഗതി ഈ അടുത്ത കാലത്തായി വളർന്നു വരുന്നതായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിത്രയുടെ ഭാഗത്തു നിന്ന് ചിത്രയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിത്ര അത് പറയുകയാണ്, എൻ്റെ ഒപ്പീനിയൻ ഇതാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത്. നീ ഒരു ഫെമിനിസ്റ്റ് ആണോ? ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതി ഇങ്ങനെ ഒരു വെർഷനിലേക്ക് മാറ്റപ്പെടുന്നത്. കാരണം നമുക്ക് നമ്മളുടെ ബേസിക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോഴത്തേക്കും നമ്മളെ ഫെമിനിസ്റ്റ് ആക്കി മാറ്റുന്ന ആ ഒരു ചിന്താഗതി, അത് ശരിയാണോ? തെറ്റായിട്ടുള്ളൊരു രീതിയല്ലേ? അത് എല്ലാവർക്കും അവരവരുടെ റൈറ്റുകൾ പറയാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ റൈറ്റുകൾ നമ്മൾ വിളിച്ച് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് നമുക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ആണുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രിവിലേജ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റുകൾ സംസാരിക്കാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ ഇപ്പം നമ്മൾ പറയാറില്ലേ, നമുക്ക് എന്താ പറയുക, അത് നമ്മളുടെ ബേസിക്കലി നമുക്കുള്ള കുറേ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓഫീസിൽ നമ്മൾ ലേറ്റ് ആയോ അല്ലെങ്കിൽ എന്താണ് ഇപ്പം നമുക്ക് ഇപ്പം പീരീഡ്സ് ആയി, നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ലീവ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലിമിറ്റേഷൻസ് പലപ്പോഴും വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രിവിലേജ് നമുക്ക് കിട്ടണം എന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് സംസാരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ആണുങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രിവിലേജുകൾ സംസാരിക്കാൻ അവർക്ക് എന്തുണ്ട്? അവർക്കൊന്നുമില്ല. അവർക്ക് ഇതുപോലുള്ള ഒരു എന്താ പറയാ, അവർക്ക് ഇതുപോലുള്ള കുറെ കാര്യങ്ങളൊന്നുമില്ല അവർക്ക് സംസാരിക്കാനായിട്ട്. അവർക്ക് നോർമലി നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിത് പറയുമ്പോഴേക്കും അവർക്ക് തോന്നാവുന്നതേ ഉള്ളൂ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നാവുന്നതേ ഉള്ളൂ, ഇവർക്ക് കുറച്ച് പ്രിവിലേജസ് ഉണ്ട് എന്നുള്ളത് തോന്നാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ല, എനിക്ക് അതിനോട് വലിയ ഒരു യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം മിക്ക സ്ഥലങ്ങളിലാണെങ്കിലും ഈ പറയുന്ന ജോലിയിടങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന രീതിയിൽ ഒരു 2% എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ ലീവ് ആണെന്നുള്ള രീതിയിലേക്ക്. കാരണം നിങ്ങൾക്കൊരു അത് നമ്മൾ പറയേണ്ട ആവശ്യം പോലും ഇല്ല, അതൊരു എക്സ്ട്രാ കാര്യമാണ്, അത് അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അതേപോലെ തന്നെ വരേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന രീതിയിൽ മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മെന്റൽ പീസിന് വേണ്ടിയിട്ട് ഒരു ദിവസം ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു രീതി. അത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ന്യൂട്രൽ ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു രീതിയാണ്. ആ ഒരു രീതിയിലേക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും എനിക്ക് തോന്നുന്നു മെന്റൽ ഹെൽത്തിനൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സിസ്റ്റം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇന്ത്യയിലൊക്കെയാണ് നമ്മൾ അങ്ങനെ മെന്റൽ ഹെൽത്തിന് നമ്മൾ അത്ര വലിയൊരു വാല്യൂ നമ്മൾ കൊടുക്കാറില്ല. പുറം രാജ്യങ്ങളിലൊക്കെ അതിന് വേണ്ടിയിട്ട് അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോ മെന്റൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ ഒരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭ്രാന്താണെന്നാണ് നമ്മൾ തന്നെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടൊക്കെ നമ്മളൊരു
സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാം. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് ഒരിക്കലും നമുക്ക് ഭ്രാന്ത് ഉള്ളത് കൊണ്ടോ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ സിംറ്റംസ് ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു സഹായം തേടണം എന്നുണ്ടെങ്കിൽ നമുക്കത് തേടുന്നത് കൊണ്ട് ഒരു നാണക്കേടും നമ്മൾ വിചാരിക്കേണ്ടതില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ബേസിക്കലി നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. നമ്മളുടെ ലിമിറ്റേഷൻസ് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ആളുകൾക്ക് അത് പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് എന്നുള്ളത് അവർക്ക് തോന്നരുത്. നമ്മൾ ഈക്വൽ ആയിട്ട് നിൽക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിന് ആണുങ്ങളും കൂടി അതിന് ഹെൽപ്പ് ചെയ്യണം. കാരണം അവർക്ക് ഇത് പറയേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർ വരുത്തിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഇപ്പോ ചിത്ര ചോദിച്ചിട്ട് ചിത്രയ്ക്ക് ആ ഒരു മെഡിക്കൽ ലീവ് ഈ പറയുന്ന 2% ലീവ് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ഇത് ചിത്രയുടെ ഒരു ബേസിക് റൈറ്റ് ആയിട്ട് ആ ഒരു 2 ദിവസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുന്ന ആ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കലി മെന്റലി ഓക്കെ ആവാത്ത ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ 2 ദിവസം നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ അങ്ങ് എടുത്തു പോയി കഴിഞ്ഞാൽ നോർമലൈസ്ഡ് ആയി പൊക്കോളൂ. ആരും അത് നോക്കാനൊന്നും വരുന്നില്ല. അല്ലാതെ ചിത്രം വന്നിട്ട് ഞാൻ പറഞ്ഞത്, അതായത് നമ്മൾ അതിനു വേണ്ടി ബെഗ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോ അവരത് പ്രിവിലേജ് നമുക്ക് അനുവദിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതായത് ഇതൊക്കെ നോർമലായിട്ട് കാണാനായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിത് ഒന്നാമത്തെ കാര്യം ഇത് ചോദിച്ചു വാങ്ങി നേരത്തെ ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഇതുള്ളത്. ഇവര് ഈക്വലായിട്ട് ചിന്തിക്കുന്ന അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഈക്വലായിട്ട് ചിന്തിക്കാനായിട്ട് ആൾക്കാർ പഠിക്കണം എന്നുള്ളത്. ഈക്വലായിട്ട് ചിന്തിച്ചാൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമേ ആണുങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതനുസരിച്ച് നമ്മൾ ഈക്വലായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. ഇപ്പം ഒരു എന്താ പറയാ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളോ ഒക്കെ വന്നു, അപ്പൊ നമ്മളിപ്പോ ഒരു മെൻസസിന്റെ ആ ഒരു പേരിൽ ലീവ് എടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അല്ലെങ്കിൽ അങ്ങനെ അത് പറഞ്ഞ് അത് മിസ്യൂസ് ചെയ്ത് അത് ലീവ് എടുക്കുന്ന ആൾക്കാരെ അറിയാം. പക്ഷേ അത് കൊടുക്കാത്തത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞ എത്ര ഓഫീസുകളിൽ നമുക്ക് ലീവ് തരും. നമുക്ക് ഇത് ആണുങ്ങൾക്ക് ഇപ്പൊ മെൻസസ് ആയി, എനിക്ക് എന്റെ ചേച്ചി മെൻസസ് ആയി, അതുകൊണ്ട് എനിക്ക് ലീവ് വേണം എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ആണുങ്ങൾക്ക് പക്ഷെ അവരെന്ത് പറയും, എനിക്ക് ബ്രേക്കപ്പ് ആയി സാർ എനിക്ക് ലീവ് വേണമെന്ന് അങ്ങനെ പറയൂ, അവർ തരുമോ? അല്ല, ഞാനിത് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ IT മേഖല അങ്ങനെ IT മേഖല മാത്രമല്ല, മെഡിക്കൽ മേഖലയാണെങ്കിലും എല്ലാ മേഖലകളിലും ഈ ഒരു സ്ട്രെസ്സിന്റെ അങ്ങേ തലങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ, അങ്ങനെ കുറെ അധികം സൂയിസൈഡ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോഴൊക്കെ ആലോചിച്ചിട്ടൊരു കാര്യമാണ്, ഇവരുടെ ഒരു മെന്റൽ ഹെൽത്ത് അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ളൊരു എക്സ്ട്രാ അവധികളോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളോ ഇത്തരം തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരം ആത്മഹത്യയിലേക്കൊന്നും അവർ പോകുകയില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം നമ്മൾ ഈ രാജ്യത്ത് നമുക്കത് പറഞ്ഞ് പോസിബിൾ ആക്കി ഈ തൊഴിലിടങ്ങളിലേക്കും ഒക്കെ എത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഫെമിനിസത്തെ പറ്റിയിട്ടായിരുന്നു തുടങ്ങിയത്. പുരുഷൻ്റെ ഈ പറയുന്ന അണ്ടറിൽ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റും ലവും ഒക്കെ ഒരു ലവ് മേക്കിങ് തന്നെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിനകത്തിൽ ഇപ്പോൾ ചിത്രയ്ക്ക് വയ്യാതിരിക്കുന്ന ഒരു സമയത്ത്, ചിത്ര ഇപ്പോൾ ഒരു പുരുഷൻ ആണെന്ന് വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് വയ്യാതിരിക്കുന്ന ഒരു സമയത്ത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു കപ്പ് കോഫി എടുത്ത് തന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് പോയാലോ, അല്ലെങ്കിൽ ചിത്രയ്ക്ക് എന്താ എടുത്ത് കുടിച്ചാൽ അങ്ങനെ ഒരു ചിന്തിക്കുന്ന, എനിക്ക് അങ്ങനെ ഒരു തോട്ട് മാറിപ്പോകുന്നതായിട്ടൊക്കെ തോന്നി. ഇത് എന്താണെന്നറിയാമോ, ആളുകളുടെ വിചാരം ഈ ഫെമിനിസം ആളുകളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ സമരത്തിലൂടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പൊരുതി നേടാൻ മാത്രമാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടികൾ അങ്ങനെ വളർത്താനും പഠിക്കണം, നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെ അങ്ങനെ ആക്കണം. അത് സ്നേഹം കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. ഇല്ലാതെ നമ്മൾ ഇവരെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുകയാണ്, ഇതിങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇതാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്തരം മുന്നേറ്റം നമുക്ക് ആവശ്യമാണ്, ഞങ്ങൾ സ്ട്രഗിൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഭയങ്കര അവസ്ഥയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ഇത് ചെയ്യേണ്ടത് വളരെ കൂളായിട്ടുള്ള, അതെല്ലാ പെൺകുട്ടികളും അങ്ങനെ വിചാരിക്കുകയും വേണം.